ഞാൻ ഇന്ന് വിശ്വാസഗോളത്തിലായിട്ട് 9 കൊല്ലം തികയാം. മലങ്കര ഓർത്തഡോക്സ് സഭയിൽ പ്രഗത്ഭനായ ഒരു മെത്രാപ്പോലിത്തയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വേല ചെയ്യുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു ട്രാൻസ്ഫർ വന്നു ഒറീസയിലേക്ക്. മെത്രാപ്പോലിത്ത ഡോക്ടർ ഗീവറീസ് മാർ അസ്താത്യോസ് മെത്രാപ്പോലിത്തയായി ഇവിടെ തന്നെയാണ്. എൻ്റെ വീട് ചെങ്ങരൂർ എന്ന സ്ഥലത്താണ്. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് വള്ളംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. IPCയിൽ പൊതു ശുശ്രൂഷകനായി ശുശ്രൂഷിക്കുന്നു. എന്നെ വിശ്വാസത്തിൽ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവന്നത് ഇന്നത്തെ IPCയുടെ ജനറൽ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ KC ജോൺ അവറുകളാണ്. എന്നെ വിശ്വാസ സ്നാനം എനിക്ക് തന്നത് ഇന്നത്തെ IPCയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ KC തോമസ് ആണ്. 9 കൊല്ലമായി അനേക രാജ്യങ്ങൾ, അനേക സ്റ്റേറ്റുകൾ, അനേക സ്ഥലങ്ങൾ കർത്താവ് യേശുവിനെ ഉയർത്തുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ആരും കൈത്താങ്ങ് തന്നിട്ടല്ല, താങ്ങാവുന്നതിന് പരമാവധി പലരും താങ്ങി. സ്തോത്രം. ഈ താങ്ങലൊന്നും ദൈവസന നിൽക്കുവാൻ ഒരു കാര്യമല്ലാതെപ്പോൾ താങ്ങേണ്ടവൻ വലതുകരത്ത് താങ്ങിയപ്പോൾ ദൈവീയ ശക്തി വ്യാപരിക്കുവാൻ തുടങ്ങി. ദൈവകൃപ പ്രാപിച്ച ദൈവത്തിന്റെ പൈതലേ, നിന്റെ മേൽ ദൈവീയ അഭിഷേകം ഉണ്ടെങ്കിൽ, നിന്റെ മേൽ ദൈവീയ ശക്തി ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനും തകർക്കുവാൻ സാധ്യമല്ല. ദൈവീയ അഭിഷേകം വ്യാപരിക്കുമ്പോൾ കേട്ടുകൾ അഴിഞ്ഞ് ദൈവത്തെ ആത്മാവിൽ ആരാധിപ്പാനിടയായി തീരും. പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല ഇങ്ങനെ തങ്കൂരത്തോടെ നിൽക്കുന്നത്. ഒത്തിരി ഉപദ്രവം സഹിച്ചു. ഞാൻ ആയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൺവെൻഷൻ ശുശ്രൂഷയ്ക്കായി കടന്നു പോകുന്ന സ്ഥലം നോക്കി വാഹനം തടഞ്ഞു നിർത്തി. ഓർത്തഡോക്സ് യുവജനങ്ങൾ വാഹനത്തിൽ നിന്ന് വലിച്ചിറക്കി എൻ്റെ തലയ്ക്കടിച്ച് മരിച്ചുവെന്ന് നീട്ടി വെച്ചു പോയി. കാനമച്ചൻ പറഞ്ഞതനുസരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ശേഷം 2 കൊല്ലം കുപ്പായം ഇട്ട് ശുശ്രൂഷിച്ചു. അദ്ദേഹം ഇന്ന് ഇവിടെ ഇല്ല, അദ്ദേഹം ദുബായില്ല. 2 കൊല്ലം കുപ്പായിട്ട് ശുശ്രൂഷിച്ചു. വീണ്ടും ആ ഓർത്തഡോക്സുകാർ പാത്തിരുന്ന യുവജനങ്ങൾ എന്നെ വലിച്ചിറക്കി തലയ്ക്കടിച്ച് മരിച്ചുവെന്ന് കരുതി റോഡിലിട്ട് വെച്ചു പോയി. ഹൈന്ദവ സഹോദരങ്ങൾ ഒരു കുപ്പായധാരികളെ പടക്കുന്നത് കണ്ടുകൊണ്ട് അവരെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്ന് രാത്രികാലം 5 കുത്തിക്കെട്ടും തലയിൽ വെച്ചുകൊണ്ട് എന്റെ യേശുവിനെ പ്രസംഗിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. അന്ന് ലഭിച്ച അഴിയുടെ ഫലമായി എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. എന്റെ പിതാവ് ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജോലിക്കാരനാണ്. അദ്ദേഹം തിരുവല്ല പോലീസ് സ്റ്റേഷൻ ഏറ്റവും അധികം ജോലി ചെയ്തത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജോലിക്കാരൻ. അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെന്റ് അധികാരം ഉപയോഗിച്ച് മജിസ്ട്രേറ്റിനെ കയ്യിലെടുത്തുകൊണ്ട് എന്നെ പൗരോഹിത്യ വകുപ്പായി ഊരി മാറ്റി എന്ന് പറഞ്ഞ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. അറസ്റ്റ് ചെയ്ത് ജയിലിൽ കയറ്റുവാൻ വേണ്ടി. എന്നാൽ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുവാൻ കൂട്ടിയതായി എന്റെ പിതാവിനെ സ്വർഗത്തിലെ തമ്പുരാൻ ഇന്ന് അറസ്റ്റ് ചെയ്തു. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എനിക്ക് ലഭിക്കേണ്ട സ്വത്തുക്കളെല്ലാം എഴുതി വിറ്റു. ഒത്തിരി കഷ്ടത സഹിക്കേണ്ടി വന്നു. ഞാൻ വള്ളംകുളം താമസിക്കുന്ന എൻ്റെ പേര് ലാൽ കെ തോമസ് എന്ന. ശക്തമായ ഒരു ടീം വർക്കിന് നേതൃത്വം കൊടുക്കുന്നു. എഫദ മിനിസ്ട്രി എന്നാണ് ടീമിന്റെ പേര്. അനേക സ്ഥലങ്ങളിൽ മാറ്റമില്ലാത്ത സുവിശേഷം പ്രസംഗിക്കുവാൻ കർത്താവ് അവസരം ഒരുക്കൊണ്ടിരിക്കുക. ഒരു അനുഭവം പറഞ്ഞാൽ വേഗത്തിൽ അവസാനിപ്പിക്കാം. ഞാൻ ഈ വിശ്വാസത്തിലേക്ക് ഞാൻ പൗരോഹിത്യ കുപ്പായം ഇട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോയ ഒരു പുരോഹിതനാണ്. പൗരോഹിത്യ കുപ്പായം ഇട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോയത് ഒരു പുരോഹിതനാണ് ഞാൻ. കാരണം മറ്റു പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. ഞാൻ ഒറീസ ഹോസ്പിറ്റലിൽ മാനേജറായിട്ടിരിക്കുമ്പോൾ ഒരു ട്രെയിൻ യാത്രയിലാണ് ഒരു ദൈവദാസൻ വന്ന് പരിചയപ്പെട്ടു. അദ്ദേഹം എന്നോട് എനിക്ക് ഈ കറുത്ത പാൻ്റെ വെള്ള ഷർട്ട് കണ്ടാൽ നമുക്ക് അന്നേരം അറിയാം ഇവൻ ഏത് ടൈപ്പാണ്. കാരണം നീ ഞങ്ങളെ കണ്ടാൽ ഞങ്ങൾ മിണ്ടത്തില്ല. ഞാൻ കുപ്പായം ധരിച്ചിട്ടുണ്ട്, ബെൽറ്റ് കെട്ടിട്ടുണ്ട്, തൊപ്പി തലയിൽ വെക്കാതെ കുപ്പായത്തിന്റെ പോക്കറ്റിൽ ഊരിയിട്ടിട്ടുണ്ട്. എനിക്ക് കണ്ടുകൊണ്ട് ഞാൻ ഈ യാത്ര എനിക്ക് കണ്ടുകൊണ്ട് മനസ്സിലായി ഇതൊരു പെന്തക്കോസ്തല ഉപദേശിയെ. ഞാൻ അന്ന് സമയത്ത് കേട്ടുണ്ട് ഈ ഇനത്തോട് മിണ്ടാൻ കൊള്ളത്തില്ല, മിണ്ടിപ്പോയാ മിണ്ടുന്നവന്റെ ഗതി പോക്ക എന്ന് മനസ്സിലാക്കി ഞാൻ ഇദ്ദേഹത്തോട് സംസാരിക്കരുത് എന്ന് കരുതി ഞാനൊരു പുസ്തകം എടുത്തു എൻ്റെ ബ്രീഫ് കേസിൽ നിന്ന്. ഇദ്ദേഹം സംസാരിക്കാനുള്ള ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവദാസന്റെ കുപ്പായത്തെ പിടിച്ചൊന്ന് വലിക്കും. ഞാൻ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ദേഹത്തൊക്കെ ഒന്ന് തട്ടി നോക്കും. ഇത് വളരെ അസുഖമായി തോന്നിയപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തോ വേണം? ഉടനെ ഈ ഉപദേശം ചോദിച്ചു, ഫാദർ രക്ഷിക്കപ്പെട്ടതാണോ? ആയിരക്കണക്കിന് ആളുകളെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് കോൺട്രാക്ട് എടുത്തിരിക്കുന്ന വൈദികരോട് ഒരു ഉപദേശം ചോദിക്കുക, രക്ഷിക്കപ്പെട്ടതാണോ എന്ന്. ഞങ്ങൾ സോറ്റീരിയോളജി സബ്സോറ്റീരിയോളജിയും പഠിച്ചതാ. രക്ഷാശാസ്ത്രം അകത്തെ ശാസ്ത്രവും ഞങ്ങൾ പഠിച്ചു. പക്ഷെ എങ്കിൽ രക്ഷിക്കപ്പെടുന്ന കാര്യം പഠിച്ചില്ല. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഇദ്ദേഹത്തോട് ഒത്തിരി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ബാംഗ്ലൂർ വന്ന് ചാർജ് എടുത്തു. പിന്നെ ഒത്തിരി അനുഭവങ്ങൾ പറയാണ്ട് ഇന്നും പറയാൻ സമയമില്ലല്ലോ. കൃപയാൽ ഇന്ന് കർത്താവിന്റെ മാറ്റമില്ലാത്ത ദൈവവചനം വിളിച്ചു ഘോഷിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ 4ാമത്തെ കൊല്ലം സെമിനാരി പട്ടം കിട്ടിയ ശേഷം സെമിനാരി പഠിക്കുമ്പോൾ എന്നെ കോഴിക്കോട് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളിയിൽ ഒരു പ്രസംഗത്തിനായി പറഞ്ഞു വിട്ടു. ഇത് പറഞ്ഞു നിർത്താം. പ്രസംഗം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാൻ സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ കോട്ടയത്തേക്ക് യാത്രയാകുക. ഞാൻ കുപ്പായം ധരിച്ചിട്ടുണ്ട്, തൊപ്പി വെച്ചിട്ടില്ല. തൊപ്പി പോക്കറ്റിൽ ഊരി യാത്രയിൽ ഞങ്ങൾ പോക്കറ്റിൽ ഊരി ഇടും. എൻ്റെ സീറ്റിൻ്റെ അടുത്ത്
ഒരു മുസ്ലിം പുരോഹിതൻ വന്നിരുന്നു. ശ്രദ്ധിക്കണമേ, ഒരു മുസ്ലിം പുരോഹിതൻ. അദ്ദേഹം എന്നോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്: ഫാദർ, നിങ്ങളെ കൂടോത്രം പഠിപ്പിക്കുന്നുണ്ടോ? അതിന്റെ മറുപടി സത്യം പറഞ്ഞാൽ ഞങ്ങൾ തുറന്നു പറയത്തില്ല. യാക്കോക്കാരായി ഞങ്ങൾ തുറന്നു പറയത്തില്ല. അന്നും പറഞ്ഞിട്ടില്ല, ഇന്നൊട്ടും പറയത്തില്ല. ഞാൻ ചോദിച്ചു, എന്താ കാരണം? ശ്രദ്ധിക്കണം, മുസ്ലിം പുരോഹിതൻ ചോദിക്കുക, മറ്റൊരു പുറജാതി പുരോഹിതൻ ചോദിക്കുക, നിങ്ങളെ കൂടോത്രം പഠിപ്പിക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചു, എന്താ കാരണം? അദ്ദേഹം പറയാ, ഈ മുസ്ലിം പുരോഹിതൻ പറയാ, ഞങ്ങൾക്ക് നിങ്ങളെ ഒക്കെ ഇഷ്ടമാ, ഒരു കൂട്ടരെ മാത്രം ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങൾക്ക് അവരെ ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് മനസ്സിലായില്ല ആരാ. ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ വ്യക്തമാക്കിയാട്ട്. ഉടനെ മുസ്ലിം പുരോഹിതൻ പറയുക, ഞങ്ങൾക്ക് നിങ്ങളെയൊക്കെ ഇഷ്ടമാ, യാക്കോബക്കാരെയും കത്തോലിക്കരെയും മർത്തോമക്കാരെയും CSIക്കാരെ കൊണപ്പെടാത്തവന്മാരെ എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടമാ. പക്ഷെ ഒരു കൂട്ടരുണ്ട്, അവരങ്ങോട്ട് തുടങ്ങിയ കലബില തുടങ്ങിയാൽ അവർ നിർത്തത്തില്ല, അവരെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ശത്രുവിന്റെ ഒരു കുറ്റം കേൾക്കുമ്പോൾ നമുക്കൊരു സുഖമല്ലേ? ഞാൻ ചോദിച്ചു, എന്താ കാരണം? ഉടനെ എന്താ കൊണ്ട് പറയാ, ഞങ്ങൾക്ക് അവരെ ഇഷ്ടമല്ല എന്ന് പറയാൻ കാരണം, ഞങ്ങൾ എത്ര വലിയ കെട്ടുകെട്ടിയാലും അതിനെ പൊട്ടിക്കുവാൻ കഴിവുള്ളത് പെന്തക്കോസ്തുകാരുടെ കലബല ഭാഷയ്ക്കാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അന്ന് ഞങ്ങൾ പ്രാപിച്ചു കൊടുത്തോണ്ടിരിക്കുന്ന ഈ അഭിഷേകം അങ്ങാടിക്കടയിൽ കിട്ടുന്ന അങ്ങാടി മരുന്ന് വാങ്ങി അടിച്ചു കാച്ചി കുപ്പിയിലാക്കി പോക്കറ്റിട്ട് കൊടുക്കുന്ന മൂറോനാൽ അഭിഷേകം കൊടുക്കുമ്പോൾ ആഭിചാരത്തിന് കെട്ടുകെട്ടുന്ന മതപുരോഹിതൻ പറയുക, ഞങ്ങളുടെ കെട്ടിനെ പൊട്ടിക്കുവാൻ ആംബിയറുള്ളത് പെന്തക്കോസ്തുകാരന്റെ കലബല ഭാഷയ്ക്കാണെന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രാജവചനം പറഞ്ഞ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. മറ്റെല്ലാം വിട്ടിട്ട് അഭിഷേകമുള്ള ദൈവദാസന്മാർ എങ്ങനെയാ മുന്നോട്ട് പോകും? അഭിഷേകം ശുശ്രൂഷയില്ലാത്തവരെ കൈ താങ്ങണമെന്ന്. അതിന് താങ്ങാതിരിക്കുക നല്ലത്. സ്തോത്രം. കുത്തിയിരുന്നാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചെടുക്കാമോ? ഒരുത്തരൊന്നിനെ ഉയർത്തിയില്ലെങ്കിൽ ദൈവം നിന്നെ ഉയർത്തുവാൻ ശക്തനാ. ഒരുത്തർ നിനക്ക് സ്ഥാനം തന്നില്ലെങ്കിൽ ദൈവം നിനക്ക് സ്ഥാനം തരുവാൻ ദൈവം ശക്തനാ. പ്രൈസ് ദി ലോർഡ്. എന്താ പറഞ്ഞത്? ആഭിചാരത്തിന്റെ അങ്ങേയറ്റത്തെ കെട്ടുകെട്ടുന്ന പൈശാചിക ജിന്നുപയോഗിച്ച് ഒരുവനെ തകർക്കുവാൻ നോക്കുന്ന ഒരു മതപുരോഹിതൻ വിളിച്ചു പറയുക, ഞങ്ങളുടെ കെട്ടിനെ പൊട്ടിക്കുവാൻ കഴിവുള്ളത് പെന്തക്കോസ്തുകാരന്റെ അന്യഭാഷയ്ക്ക്. അഭിഷേകം പ്രാപിച്ച ദൈവജനമേ, അഭിഷേകം പ്രാപിച്ച ദൈവദാസന്മാരെ, ആരും നിന്നെ ഉയർത്തിയില്ലെങ്കിലും നിന്റെ മേൽ അഭിഷേകമുണ്ടോ? ദൈവത്തിനെ ഉയർത്തുവാൻ ശക്തനാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ശാലപ്പെട്ട പൗരോഹിത്യ കുപ്പായൂരപ്പോൾ ഞങ്ങളുടെ മെത്രാപ്പോലിത്ത എൻ്റെ ഇടവക ചർച്ചിൽ വന്ന് പറഞ്ഞു, ആ പുള്ളിക്ക് മക്കളുണ്ടാകാൻ പോകുന്നില്ലെന്ന്. കൃപയാർ അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ എൻ്റെ ഭാര്യ പ്രസവിച്ചു. സ്തോത്രം. നമ്മൾ KP യോഹന്നാന്റെ സ്കൂളിൽ പഠിക്കുക. സ്തോത്രം. അപ്പം പലരും ചോദിച്ചു, അച്ഛനത് കേട്ടിട്ട് വിഷമമില്ലയോ? ഞാൻ പറഞ്ഞു, ഞാൻ കൊല്ലങ്ങാട്ട് പുള്ളിയുടെ കൂടെ സെക്രട്ടറി ആയിട്ട് നിന്നതാ. സ്തോത്രം. പുള്ളി അനുഗ്രഹിക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരൊറ്റയൊരെണ്ണം അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല. പിന്നാട്ട് ശപിച്ച ശാപം പറ്റുന്നത്. എന്റെ ശാപത്തെ കാൽവരിയുടെ മലമുകളിൽ പരിശുദ്ധ രക്തം ഊറ്റിത്തന്ന് എന്റെ ശാപത്തെ അവൻ ഏറ്റെടുത്തുവെങ്കിൽ എന്റെ കാൽവരിയിൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്ന യേശു എന്റെ മേൽ അധികാരം തന്നു. തന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവവഴിയിലെ തീരുവാൻ അധികാരം കൊടുത്തു. എന്താ? കാല് ചവിട്ടുമ്പോൾ അധികാരം. അഭിഷേകമുള്ളവൻ ചെരുപ്പൂരി എറിഞ്ഞാൽ മതിയെന്ന്, അത് തകർച്ചയാ. സ്വോത്ര 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 സ്വോത്ര. അധികം പെന്തക്കോസ്തിന്റെ പാരമ്പര്യമൊന്നും അച്ഛന്മാരെ നമുക്ക് വേണ്ട. പ്രൈസ് ദി ലോർഡ്. നമുക്ക് യേശുവിനെ ഉയർത്താമോ? യേശുവിനെ ഉയർത്താമോ? അബ്രഹാമിനെയും യാക്കോബിനെയും ദാവീദിനെയും അല്ല നീ ഉയർത്തേണ്ടത്, യേശുവിനെ ഉയർത്താമോ? യേശു നിന്നെ ഉയർത്തുവാൻ ശക്തനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷിക്കുന്ന കരങ്ങൾ ഉയർത്താൻ സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മൂറോൻ പുരുട്ടി ആരുടെയും കെട്ടിനെ പൊട്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാർ സകലരും മൂറാൻ പുരുട്ടിയ അച്ഛന്മാരാ. ഒറ്റ എണ്ണത്തിനെ കെട്ട് പൊട്ടിച്ചോ ചോദിച്ചു നോക്കിയേ. എന്നാൽ ഇന്ന് ഇതിനകത്ത് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ പ്രാപിച്ച ആത്മാവ് മൂറോനാൾ അഭിഷേകമല്ല, പിന്നെയോ മർക്കോസിന്റെ മാളികയിൽ പകർന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയ, പരിശുദ്ധാത്മാവിന്റെ ശക്തന, പരിശുദ്ധാത്മാവിന്റെ തേജസ് ഈ ഹോള് വ്യാപരിച്ച നിന്റെ സകല വിഷയത്തിന്മേൽ ദൈവം മര്യാദ തരുവാൻ കർത്താവ് ശക്തന. വിശ്വസിക്കാൻ കരങ്ങൾ തട്ടി കരങ്ങൾ തട്ടി കരങ്ങൾ തട്ടി അല്പസമയം ദൈവത്തെ ആരാധിക്കാമോ? സകല ഭാരങ്ങളെ മാറ്റുന്ന, സകല വേദനകളെ മാറ്റുന്ന, സകല നൊമ്പരങ്ങളെ മാറ്റുന്ന, സകല തകർച്ചയും ഉയർച്ചയാക്കുന്ന ദൈവിക അഭിഷേകത്തിന്റെ ആഴം ഈ പകൽക്കാല ഹോളിൽ വ്യാപരിക്കട്ടെ.
യേശുവിൻ നാമത്തിൽ ജയം. തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. അവൻ അധികാരം കൊടുത്തു. നിനക്കൊരു അധികാരമുണ്ട്, എനിക്കൊരു അധികാരമുണ്ട്. മറ്റൊരുത്തരെ കൈവപ്പിനാൽ ലഭിക്കുന്നതല്ല. യേശുവിൽ വിശ്വസിച്ചപ്പോൾ ദൈവം നിന്റെ മേൽ പകർന്ന അധികാരം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ് ദി ലോർഡ്. ഈ അധികാരം നാം ഉപയോഗിക്കാമോ? ഈ അധികാരം നാം യൂസ് ചെയ്യാമോ? ഒരു അനുഭവം ഞാൻ പറയാം, ഒറ്റ അനുഭവം കൂടെ. പത്തനംതിട്ടയിലെ ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു മെമ്പറാക്കി മാറ്റി എന്നെ. മനുഷ്യാവകാശ കമ്മീഷനിൽ നല്ല അധികാരമുള്ളൊരു മേഖലയാണ്. ഞാൻ അത് കളക്ടർ, SP, DYSP ഇവരൊക്കെയാ മീറ്റിങ്ങിൽ. ശമ്പളമൊന്നുമില്ല, കാശ് നമ്മുടെ നിന്ന് പോകും. പോട്ടെ, ഒരു അധികാരം ലഭിച്ച ഞങ്ങൾ ടീമിൽ അടൂർ DYSP കുരികേശ് മാത്യു ഒക്കെ ഞങ്ങൾ ടീമിൻ്റെ മെമ്പറാണ്. ഇവർ മുഖാന്തരം ലഭിച്ചതാണ് ഈ അധികാരം. ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഡ്രൈവറിൻ്റെ വണ്ടിയും കൊണ്ടുവരുക. ഇലന്തൂർ കഴിഞ്ഞൊരു കള്ളുഷാപ്പെട്ടി. അപ്പം എനിക്ക് ലഭിച്ച അധികാരം ആക്ടിവേറ്റ് ചെയ്താണോ എന്ന് എനിക്കൊന്ന് അറിയണം. ഒരു സിം കാർഡ് എടുത്താൽ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ നിമിഷങ്ങൾ എടുക്കും, മണിക്കൂറുകൾ എടുക്കും. അപ്പം നമുക്ക് ലഭിച്ച അധികാരം ആക്ടിവേറ്റ് ചെയ്തോന്ന് അറിയണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ കാറിൽ ഇങ്ങനെ വരുമ്പോൾ കള്ളുഷാപ്പിന് മുമ്പിൽ പോലീസ് ജീപ്പ് നിർത്തി ഒരുത്തനെ SI എടുത്തിട്ടും തല്ലുന്നു. ഞാൻ ഡ്രൈവറിന് പറഞ്ഞോടാ വണ്ടി ഒന്ന് നോക്കി നിർത്തിക്കേ. ഏതായാലും അടിക്കാൻ പിടിക്കുമ്പം പറയണം DYSP കുരികേശ് മാത്യു എൻ്റെ ആളാ, അത് മനസ്സിലുണ്ട്. അതിന് എൻ്റെ ഫാദർ 10-35 കൊല്ലം സർവീസുള്ളൊരു മനുഷ്യനാണ്. എന്ത് വായിക്കൊള്ളട്ടെ. ഞങ്ങനെ ഇങ്ങനെ പറയാം. ഞാൻ അങ്ങോട്ട് ചെന്നു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. എന്തായി കാണിക്കുന്നേ? എന്നോട് എടുത്ത് വായിച്ചു. താനാരാ? അപ്പോൾ എനിക്ക് ലഭിച്ചതായ ID കാർഡ് എൻ്റെ കഴുത്ത് നിന്ന് ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു. പേടിച്ച സത്യം പറഞ്ഞാൽ കാണിച്ച. കാരണം ഇത് ആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ അടി ഉറപ്പാ. സബ് ഇൻസ്പെക്ടറോടാ ചോദിച്ചേക്കുന്നത്. ചോദിച്ചുടനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് പുള്ളി മുഖത്തൊക്കെ ഒരു ചമ്മൽ കാണിച്ച് പുറമോട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ലഭിച്ച അധികാരം ആക്ടിവേറ്റ് ചെയ്തു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, ലോകം നമുക്ക് തരുന്ന ഒരു ചെറിയ കാർഡിൽ ഈ അധികാരമുണ്ടെങ്കിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച നമുക്ക് ദൈവം തന്ന അധികാരം എത്രമാത്രം വലിപ്പമുള്ളതാ. പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പ്രയാസങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, നൊമ്പരങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, കട്ടള ഇല്ലാഞ്ഞിട്ടല്ല, പട്ടിണി അനുഭവിക്കാഞ്ഞിട്ടല്ല, ഉപദ്രവം സഹിക്കാഞ്ഞിട്ടല്ല, പിന്നെയോ ഇതിലെല്ലാം ജയോത്സവം കൊണ്ടാടുവാൻ ദൈവം നമുക്ക് ബലം തന്നു, ദൈവം നമുക്ക് അഭിഷേകം തന്നു. എന്താ? എന്റെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി അവൻ നിന്റെ തലമേ തന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നീ പരാജയപ്പെടാഞ്ഞത്. സ്തോത്ര സ്തോത്ര സ്തോത്ര. വന്നിരായ എൻ്റെ പിതാക്കന്മാരുടെ പ്രായമുള്ള അച്ഛന്മാർ അവിടെ ഇരിക്കുന്നത്. അച്ഛന്മാരെ ഞാൻ ഒരു കാര്യം തുറന്നു പറയാം, അനുഭവത്തിലേക്ക് തുറന്നു പറയാം. 9 കൊല്ലം കൊണ്ട് അനേക രാജ്യങ്ങൾ, അനേക സ്റ്റേറ്റുകൾ, അനേക സ്റ്റേജുകൾ പോയി ശുശ്രൂഷിച്ച അനുഭവം കൊണ്ട് ഞാൻ പറയാം. ആരും നമ്മെ ഉയർത്തിയില്ലെങ്കിൽ ഇവിടുത്തെ ഒരു സ്റ്റേജ് കണ്ടുകൊണ്ട് ഒറ്റ ഒരുത്തൻ ലാൽക്ക തോമസിന് പ്രോഗ്രാം തരണ്ട. സ്തോത്ര. ഇവിടുത്തെ ഒരു സ്റ്റേജ് കണ്ടുകൊണ്ട് പുതുപ്പള്ളി അച്ഛൻ നിങ്ങൾ അതിന് പ്രോഗ്രാം കൊടുക്കണ്ട. ഇവിടുത്തെ ഒരു സ്റ്റേജ് കണ്ടുകൊണ്ട് പീഡികലച്ഛൻ്റെ പ്രസംഗത്തിന് മാർഗിട്ട് നോക്കിയിട്ട് പീഡികല അച്ഛന് അടുത്ത തവണ ഒരു ചാൻസ് നിങ്ങൾ കൊടുക്കണ്ട. PDL അച്ഛനെ, പുതുപ്പള്ളി അച്ഛനെ, ലാൽക്ക തോമസ് അച്ഛനെ, രാജവച്ചനെ, ഇവിടെ അച്ഛന്മാരെ ദൈവം വിളിച്ചു വേദിച്ചപ്പോൾ തമ്പുരാന്റെ ഡയറിയിൽ ഇവർക്കുള്ള പ്രോഗ്രാം എഴുതി വെച്ചിട്ടുണ്ട്. അത് തകർക്കുവാൻ ഒറ്റ മനുഷ്യന് സാധ്യമല്ല, അതിനെ ഇല്ലാതാക്കുവാൻ ഒറ്റ മനുഷ്യന് സാധ്യമല്ല. ദൈവം നിന്നെ ഉയർത്തിയാൽ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. എന്താണെന്നറിയുമോ? കാരണം ദൈവീയ അഭിഷേകം അവൻ നമ്മുടെ മേൽ തന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഇങ്ങനൊരു അവസരം ഈ തിരുവല്ലയുടെ പ്രദേശത്ത് ഒരിക്കലും ഓർത്തും കർത്താവിനെ സ്തുതിക്കുക. അധികം തിരുവല്ല ഞാൻ വെട്ടപ്പെടാതിരിക്കുകയായിരുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. കാരണം ഭയമായി ഇപ്പോഴും പുള്ളികൾ വിട്ടിട്ടില്ല, പിന്തുടർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒത്തിരി ഉപരം സഹിച്ചുകൊണ്ട് സഹിക്കാൻ വയ്യ. ഇനിയും വയ്യ. ഇനി അതിൻ്റെ ആവശ്യമില്ലാത്തതിനാൽ യേശുവിൻ്റെ വചനം അനേക സ്ഥലങ്ങളിൽ കർത്താവിനെ